തട്ടിക്കൊണ്ടുപോകലുകളും അങ്ങനെ മനുഷ്യന്റെ ഉറക്കത്തെ കെടുത്തുന്ന, സ്വസ്ഥതയെ കെടുത്തുന്ന അനവധി സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന, ദൈവത്തിന്റെ നാടെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടെന്ന് നാം ചിന്തിച്ച വളരെ വേദനകരമായ, ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരും. ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ എല്ലാവരുടെയും വിലപ്പെട്ട സമയം അല്പനിമിഷം ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഡിസംബർ മാസം 1-ാം തീയതി പാലക്കാട് ജില്ലയിൽ നിന്നും സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി കേരളത്തിലെ 14 ജില്ലകളിലൂടെ സഞ്ചരിക്കുന്ന വാഹനമാണ് ഈ ഗ്രാമത്തിലെ പട്ടണത്തിന്റെ നടുവിൽ എത്തിയിരിക്കുന്നത്. പ്രശ്നകലുഷിതമായ ഈ ഭൂമിയിൽ കാളവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് കുതിച്ചു പാഞ്ഞുവെന്ന് അവകാശപ്പെടുന്ന, മാറിമറിക്കുവാൻ നിർവാഹമില്ലാതിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു. ഭർത്താവ് മരിച്ചാൽ തനിക്ക് വേണ്ടി ഒരുക്കുന്ന ചിതയിൽ ജീവനോടിരിക്കുന്ന ഭാര്യ ചാടി മരിക്കണമെന്നുള്ള വ്യവസ്ഥ നിലനിന്നിരുന്നു. വ്യക്തി സ്വാതന്ത്ര്യമില്ല, വാങ്ങുവാനോ വിൽക്കുവാനോ സ്വാതന്ത്ര്യമില്ല. 1947 മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഇതിനൊക്കെ മാറ്റം വന്നത് നല്ല വ്യക്തിത്വങ്ങളുടെയും നല്ല ചിന്തകൾക്ക് ഉടമകളുമായ വ്യക്തികളുടെ ജീവിതമാണ്. ഗാന്ധിജി ഈ ഭൂമിയിൽ നല്ല ആശയങ്ങൾ കൊണ്ടുവരികയും ആ ആശയത്തോട് ചേർന്ന് നിന്ന് രക്തസാക്ഷിത്വം വഹിക്കുവാൻ ചില വ്യക്തികൾ തയ്യാറാകുകയും ചെയ്തതിന്റെ പിന്നിലാണ് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുവാനിടയായത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആ വ്യക്തിത്വത്തിന് സ്വാധീനമുണ്ട്. ആ വ്യക്തി ജീവിതങ്ങളുടെ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യത്തിന് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് വിടവാങ്ങിപ്പോയ നമ്മുടെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ വേർപാട് ഒത്തിരി ആളുകളെ വേദനിപ്പിച്ചില്ലേ? കാരണം എന്താ? അദ്ദേഹത്തിന്റെ ഭരണവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ഒത്തിരി ആളുകൾക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാടിനെ ഭരിക്കുന്ന സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പല പടയാത്രകളും നടത്തുന്ന നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹം കുറച്ചു കാലം കൂടെ ഭരിച്ചാൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്ന നിരവധി വ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിലില്ലേ? എന്തുകൊണ്ടാ? അവരൊക്കെ നല്ലവരായതുകൊണ്ടാ. കണ്ണൂരിന്റെ ചരിത്രം നോക്കിയ ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാർ ജനിച്ചിട്ടുള്ള ഒരു നാടാണ് കണ്ണൂര്. അങ്ങനെ പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലും നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ നോക്കിയ ഒത്തിരി വ്യക്തിത്വങ്ങൾ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ജനിച്ചു. അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ജീവൻ പോലും നീക്കിവെച്ചു. ഓരോ രാജ്യത്തിലും ഒത്തിരി വ്യക്തിത്വങ്ങൾ നല്ല നന്മയ്ക്ക് വേണ്ടി പടപൊരുതിയതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ യാത്രയുടെ പരമപ്രധാനമായ ലക്ഷ്യം മാനവകുലത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടോ നേട്ടങ്ങൾ കൊണ്ടോ മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയുന്നില്ല. കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗം ഇന്ന് നരകതുല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മതങ്ങളില്ലാഞ്ഞിട്ടല്ല, മതപണ്ഡിതന്മാരില്ലാഞ്ഞിട്ടല്ല, പള്ളിയോ പള്ളിക്കുടങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തവരെ പോലെ കഴിയേണ്ടി വരുന്ന ഹതഭാഗ്യന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. നാളെയുടെ വാഗ്ദാനങ്ങളായ തലമുറകളുടെ നല്ല ഭാവിയെ സ്വപ്നം കണ്ട് ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുവാൻ പരിമിതി ഉണ്ടെങ്കിലും പരമാവധി വാങ്ങിച്ചു കൊടുത്ത് നല്ല നാളേക്ക് വേണ്ടി, നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും അയക്കുന്ന തലമുറകൾ, ലോണെടുത്ത് പഠിപ്പിക്കാൻ അതേ തയ്യാറായ മാതാപിതാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും ദുശീലങ്ങൾക്കും അടിമപ്പെട്ട് വാർദ്ധക്യത്തിലെത്തുന്ന മാതാപിതാക്കളെ കത്തിമുനയിൽ കുത്തി വീഴ്ത്തുവാനും അഗതി മന്ദിരങ്ങളിൽ വൃദ്ധസദനങ്ങളിൽ കൊണ്ട് തള്ളിയിട്ട് സുഖലോലവതിയിൽ ജീവിക്കുവാൻ അതേ നെട്ടോട്ടമോടുന്നു ആയ ഒരു തലമുറ. എതിർലിംഗത്തിൽപ്പെട്ട വ്യക്തികൾ ഹായ് പറഞ്ഞ് ലൈക്ക് അടിച്ചും കമന്റ് ഇട്ടും ഇൻസ്റ്റഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ
ഇന്റർനെറ്റ് മീഡിയയിലൂടെയോ പരിചയപ്പെട്ട് അപ്പനേക്കാൾ അമ്മയേക്കാൾ വലുത് അവനാണെന്ന് ചിന്തിച്ച് ഇറങ്ങിപ്പോയ എത്രയോ യവനക്കാരുടെ ജീവിതമാണ് പൊലിഞ്ഞു പോയത്. അങ്ങനെ മനുഷ്യന്റെ സ്വസ്ഥതയെ കെടുത്തുന്ന എത്രയെത്ര സംഭവങ്ങൾ. ഉലക മഹാന്മാർ നിരവധി വ്യക്തിത്വങ്ങൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ജനിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ നാടിന്, നാട്ടാർക്ക്, നമ്മുടെ സമൂഹത്തിനൊക്കെ ഒത്തിരി നന്മയുണ്ടായിട്ടുണ്ട്. എന്നാൽ ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയെ ഒരാഘോഷമായി പര്യവസാനിപ്പിക്കുവാൻ ദേവാലയങ്ങളുടെ മുമ്പിലും വീടുകളുടെ മുമ്പിലും കടകളിലും മറ്റും നക്ഷത്രങ്ങൾ തൂങ്ങി തിളങ്ങുകയാണ്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം? സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ ലോകം നൽകാത്ത സമാധാനം നൽകുവാൻ ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിച്ച കർത്താവായി യേശു ക്രിസ്തുവിന്റെ ജനനത്തെ ഒരാഘോഷമായി പര്യവസാനിപ്പിക്കുവാൻ സമൂഹത്തിൽ ഒരു കൂട്ടം ആളുകൾ അവരുടെ സമയവും അവരുടെ പണവും ചെലവഴിക്കുകയാണ്. പണം കൊടുത്തുണ്ടാക്കുന്ന പുൽക്കോടും അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും ആണ്ടിൽ നമുക്ക് കാണുവാൻ കഴിയും. സ്നേഹിത, ആണ്ടിൽ ഒരാഘോഷമായി പര്യവസാനിപ്പിക്കുന്ന പരിപാടിയല്ല യേശു ക്രിസ്തുവിന്റെ ജനനം കൊണ്ട് മാനവരാശിക്ക് അത് ലഭിച്ചിരിക്കുന്നത്. ഒരു ഗാന്ധിജിയുടെ ജനനം കൊണ്ട്, അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട്, അദ്ദേഹത്തിന്റെ നല്ല ആശയങ്ങൾ കൊണ്ട് അത് രാജ്യങ്ങളിൽ ഒരു രാജ്യമായ ഇന്ത്യക്ക് അതേ സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം കൊണ്ട് മാനവരാശിയുടെ മുഴുവൻ അതേ സ്വാതന്ത്ര്യത്തിനും അത് മുഖാന്തരമായി മാറുകയാണ്. ആ ജനനത്തെ കുറിച്ച് അറിയാതെ പോകരുത്. ആ യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് അറിയാതെ പോകരുത്. സ്നേഹിത, ഗാനങ്ങളിലൂടെ, പാട്ടുകളിലൂടെ ആ കർത്താവിന്റെ സ്നേഹത്തെ ഈ നാട്ടിലുള്ള നല്ലവരായ എല്ലാവരോടും പങ്കിടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് മാനവകുലത്തിന് എന്താണ് നേടിയെടുക്കുവാൻ കഴിഞ്ഞത്, തുടർന്ന് ഒരു സന്ദേശം അത് നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ നാട്ടിലെ നല്ലവരായ എല്ലാവരുടെയും വിലപ്പെട്ട സമയം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അല്പസമയം നിങ്ങൾക്ക് ശ്രവിക്കുവാൻ കഴിയുന്ന വിധത്തിൽ മനോഹരമായ ഗാനങ്ങൾ നിങ്ങൾക്കായി ആലപിക്കുന്നതായിരിക്കും. Nashna chedum manu nimisha
ജീവിതം
അടുത്ത മകളുമായി ഞങ്ങളെ ശ്രമിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദേശനിവാസികൾ ഈ ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രദ്ധപ്പെടും. ശബ്ദസീമയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കപ്പെടുന്ന അനുഗ്രഹിതരായ ഗ്രാമാന്തര വാസികളെ, സഹോദരങ്ങളെ, ജ്യേഷ്ഠന്മാരെ, പിതാക്കന്മാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, എല്ലാവരെയും ഈ സംഭാഷണത്തിലേക്ക് വേഗം വരാമെന്ന് അരുളി ചെയ്ത് യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെയും പെരിയൽ ഗോസ്പൽ ടീമിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സുവിശേഷ സന്ദേശ യാത്രയാണ് ഈ കുരിശിങ്കൽ ജംഗ്ഷനിൽ എത്തപ്പെട്ടിരിക്കുന്നത്. ഡിസംബർ മാസം 1-ാം തീയതി പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കപ്പെട്ട ഈ സുവിശേഷ സന്ദേശ യാത്ര അനവധി ഇടങ്ങളിലൂടെ യാത്ര ചെയ്ത് കാടുകളുടെ നാടായ കാസർഗോഡ് തുടങ്ങി തെയ്യങ്ങളുടെ നാടായ കണ്ണൂരും ബീച്ചുകളുടെ നാടായ കോഴിക്കോടും വനാന്തര മേഖലകളും തിങ്ങിപ്പാർക്കുന്ന ഗ്രാമീണ പശ്ചാത്തല നിവാസികളും ആദിവാസികളുമൊക്കെ തിങ്ങിപ്പാർക്കുന്ന നാടായ വയനാടും ഒക്കെ തരണം ചെയ്ത് തെയ്യങ്ങളുടെ നാടായ തൃശ്ശൂരും ഒക്കെ തരണം ചെയ്ത് ഇന്ന് ഈ പത്തനംതിട്ട ജില്ലയിൽ എത്തി നിൽക്കുമ്പോൾ ഈ കടന്നു വന്ന വഴിയോരങ്ങളിലും ഗ്രാമാന്തരീക്ഷങ്ങളിലുമൊക്കെ ഒട്ടനവധി പേരെ ആകർഷണബോധം ചിന്തിപ്പിക്കുവാനും അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനും ഈ സുവിശേഷ സന്ദേശ യാത്രയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത്, ഒട്ടനവധി പേരുടെ ഹൃദയത്തെ തൊട്ടറിയുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ സത്യം തന്നെയാണ്. നമുക്കറിയാം, അനവധി യാത്രകൾ നമ്മൾ നിത്യം കണ്ടുവരുന്ന ഒരു സമകാലികമായ കേരളത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന അനന്തപുരിയുടെ മണ്ണിലാണ് നാം ജീവിക്കപ്പെടുന്നത്. ഈ പരസ്യയോഗം അഥവാ ഈ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള സന്ദേശയാത്ര നാളെ അനന്തപുരിയുടെ മണ്ണിൽ അവസാനം കുറിക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടെന്ന് പറയുവാൻ കഴിയും, ഈ കേരളത്തിന്റെ പശ്ചാത്തലങ്ങളിലുടനീളം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ രക്ഷകനുമായ യേശുക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുവാനും നിരവധി പേരെ മദ്യത്തെക്കുറിച്ചും മയക്കുമരുന്നിനെ കുറിച്ചും തകർന്നു പോയ തലമുറകളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുവാനും കഴിഞ്ഞു എന്നുള്ളത് ഇതൊരു മതത്തിന്റെയോ ഇതൊരു ചിന്തയുടെ ദൈവമല്ല, ഇതൊരു മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന മാർഗമാകയാൽ ഈ മാർഗം ഒത്തിരി പേർക്ക് കാണിച്ചു കൊടുക്കുവാൻ, വരച്ചു കൊടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു എന്നുള്ളത് ആർക്കും തിരസ്കരിക്കുവാൻ കഴിയാത്തൊരു സത്യമായി നിലനിൽക്കവേ തന്നെ ഒന്നിരണ്ട് ചില ചിന്തകളിലൂടെ മാത്രം നിങ്ങളോട് സന്ദേശം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് പരിമിതി കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, അനുഗ്രഹിക്കപ്പെട്ട ഒരു നാടാണ് ഇന്ന് നാം പാർക്കപ്പെടുന്ന ഈ നാടെന്ന് പറയുന്നത്. ഈ നാട്ടിൽ നാം പാർക്കപ്പെടുമ്പോൾ ഒട്ടനവധി ദിനം പ്രതി വരുന്ന പ്രതിസന്ധികൾ ചെറുതൊന്നുമല്ല, അത്രമാത്രം വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് ഗ്രാമീണ പശ്ചാത്തലങ്ങളിലൂടെ വളർന്നുകൊണ്ടിരിക്കുന്നതും വളരെ അനുഗ്രഹിക്കപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യപ്പെടുന്നതുമായ ഒരു ജില്ലയാണ്. ചെറുപ്പം കൊണ്ട് തന്നെ, പ്രായം കൊണ്ട് തന്നെ വളരെ ചെറുപ്പമേറിയ ജില്ലയാണ്. അതുകൊണ്ട് തന്നെ അനവധി ചെറുപ്പക്കാർ തിങ്ങിപ്പാർക്കപ്പെടുന്ന ജില്ലയാണ്. ജനസംഖ്യയുടെ ഗണത്തിലും വളരെ മുൻപിൽ നിൽക്കുന്ന ജില്ലയാണ്. എല്ലാ നിലവാരത്തിലും പത്തനംതിട്ട ജില്ലയെ മാറ്റി നിർത്തുവാൻ കേരളക്കരയ്ക്ക് കഴിയുകയില്ല. പത്തനംതിട്ട ജില്ല കൂട്ടിച്ചേർത്താൽ മാത്രമേ കേരളക്കരയ്ക്ക് അതിന്റെ അഭിമാനപൂരിതമായ നിമിഷങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ കഴിയും. എന്തുകൊണ്ടും മനോഹരിതമായി മനുഷ്യനെ ആകർഷിക്കുന്ന നിരവധി സന്ദേശയാത്രകൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള, സന്ദർശന കേന്ദ്രങ്ങളുള്ള നാടാണ് പത്തനംതിട്ട ജില്ല. എന്ന് തുടങ്ങി എല്ലാ മനുഷ്യനും വാനോളം ആവർത്തിച്ചു പാടപ്പെടുന്ന പത്തനംതിട്ട ജില്ലയുടെ ദൈനംദിന ജീവിതത്തിനകത്ത് പലപ്പോഴും വിഘാതം വരുത്തുന്നത് മദ്യവും മയക്കുമരുന്നുമെന്ന് പറയാതിരിക്കുവാൻ തരമില്ല. കാരണം മനുഷ്യ നരബലി തുടങ്ങി എയർപ്രൈസം എന്ന അതിമാരകമായ മനുഷ്യൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു മനുഷ്യനെ മൃഗീകമായി കൊല്ലുവാൻ തക്കവണ്ണം മനുഷ്യൻ ശക്തിയാർജിക്കപ്പെട്ടത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മറവിലാണ്. നരബലി തുടങ്ങി മനുഷ്യനെ കൊന്നാൽ പണം സമ്പാദിക്കാൻ കഴിയും, പണം കിട്ടുമെന്നുള്ള തെറ്റായ മൗഢ്യമായ ചിന്തകൾ മനുഷ്യന്റെ ചിന്തകളിൽ കയറിക്കൂടിയത് പത്തനംതിട്ടയുടെ മണ്ണിൽ നിന്നാണ്. എങ്ങും മുക്കാലത്തും മനുഷ്യൻ ഓർക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത, മനുഷ്യരക്തം കൊണ്ട് സകലത്തിനും വിമോചനം നൽകും, മനുഷ്യരക്തം കൊണ്ട് ഒട്ടനവധി പ്രതീക്ഷകളെ തിരിച്ചെടുക്കുവാൻ കഴിയുമെന്ന അന്ധമായ വിശ്വാസങ്ങളിലൂടെ സഞ്ചരിച്ചു പോയിരുന്ന മനുഷ്യൻ
ലോകത്തുള്ള ജനതകളെല്ലാം ഒരുപോലെ പറഞ്ഞു, ഇതെന്തൊരു പൈശാചികതയാണ്. ആർക്കും അംഗീകരിക്കുവാനോ ആർക്കും ഉൾക്കൊള്ളുവാനോ കഴിയാത്ത പശ്ചാത്തലങ്ങളിൽ മനുഷ്യൻ നിറവെല്ലി കൊണ്ട് മറ്റൊരു മനുഷ്യന്റെ ജീവിതത്തെ നേടിയെടുക്കുവാൻ കഴിയുമെന്ന് പഠിപ്പിച്ച ഒരു വല്ലാത്ത, ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തോ വല്ലാത്ത ചിന്തകൾ, എന്തോ വല്ലാത്ത അമർച്ച ചെയ്യപ്പെടുന്ന മനുഷ്യരാശിക്കുന്ന കോട്ടം വരുന്ന യൗവനക്കാരുടെ ഇടയിലേക്ക് തെറ്റായ സന്ദേശങ്ങളെ പകർന്നു കൊടുക്കുന്ന തരത്തിൽ മനുഷ്യ ഹൃദയത്തെ വല്ലാതെ മുറിച്ചു കളഞ്ഞ ചിന്തകളായിരുന്നു അത്. നിരവധി പേർ തമ്മിൽ ചോദിച്ചു, എന്താണ് സംഭവിക്കപ്പെടുന്നത്, എന്തിന്റെ ലക്ഷണമാണ്, എന്തെങ്കിലും തുടങ്ങി ആർക്കും കണ്ടെത്തുവാൻ കഴിയാത്ത നിരവധി ചോദ്യങ്ങൾ അവശേഷിച്ചുകൊണ്ട് നരബലി എന്ന് പറഞ്ഞ സംവിധാനത്തിലൂടെ അനേകരുടെ ജീവനെ ഇല്ലാതെയാക്കി കളഞ്ഞു. പണം സമ്പാദിക്കാൻ കഴിയുമെന്നും പണം കിട്ടുമെന്നൊക്കെ ദുർവ്യാഖ്യാനം കൊടുത്തുകൊണ്ട് മനുഷ്യനെ കൊന്നൊടുക്കിയ ഒരു ചരിത്രം നമുക്കറിയാം. അധികം താമസമായി പോയിട്ടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, പത്തനംതിട്ട ജില്ലയിൽ നടന്ന മറ്റൊരു വളരെ മൃഗീകമായ കൊലപാതകമാണ്. പാമ്പിനെ കൊണ്ട് കൊത്തി ഒരു സ്ത്രീയെ കൊന്നുകളഞ്ഞു, ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. വളരെ അഭിമാനപുരസ്സരം 25, 27, 26 വയസ്സുവരെ പോറ്റി വളർത്തി വലുതാക്കപ്പെട്ട് ഒട്ടനവധി പ്രതീക്ഷകളോടുകൂടി മറ്റൊരു പുരുഷന്റെ കരത്തിൽ വാക്ക് പറഞ്ഞുറപ്പിച്ച് അടുത്തൊരാളുടെ വീട്ടിലേക്ക് സന്തോഷപൂർവ്വം പറഞ്ഞയക്കുന്ന അമ്മയപ്പന്മാർ, അവർക്ക് വേണ്ടുന്ന എല്ലാവിധ ലാളിത്യവും എല്ലാവിധ നല്ല വിദ്യാഭ്യാസ സമ്പന്നതയും ഒക്കെ കൊടുത്ത് അടുത്ത വീട്ടിലേക്ക് ഒരു നല്ല പുരുഷനെ കണ്ടെത്തി വാക്ക് പറഞ്ഞുറപ്പിക്കപ്പെട്ട് തനിക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ പറഞ്ഞയക്കുവാൻ വീട്ടുകാരൊരുങ്ങുമ്പോ എല്ലാവരുടെയും മൗനസമ്മതവും എല്ലാവരുടെയും വാക്കാലുള്ള ഉറപ്പും കൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുവാൻ തക്കവണ്ണം നല്ല കതിർമണ്ഡപങ്ങൾ ഒരുക്കി അവളെ ആനയിച്ച് കതിർമണ്ഡപത്തിൽ കൊണ്ടുവന്ന് 4 പേര് കാണുകയും അവളെ തലമേൽ കൈവച്ച് കാൽതൊട്ട് വമ്പിച്ച് തലമേൽ കൈവച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ച് അടുത്തൊരു പുരുഷന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ച് ദിവസങ്ങൾ കഴിയും മുമ്പ് കേൾക്കുന്നത് ഒരു തുണ്ട് കയറിനകത്തോ ഒരു വിഷക്കുപ്പിക്കകത്തോ അവരുടെ ജീവിതം അവസാനിക്കപ്പെട്ടു. സന്തോഷത്തോടെ ലാളിത്യത്തോടെ തിരിച്ച് തന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന മകൾ തിരിച്ചു വരുന്നത് ഒരിക്കലും ജീവിക്കാത്ത, ഒരിക്കലും അവൻ തിരിച്ചു പ്രതികരിക്കാത്ത ചേതനയറ്റ ശരീരവുമായി കടന്നു വരുന്ന ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ സുപരിചിതമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, മദ്യവും മയക്കുമരുന്നിനും നാടിന് വിപത്താണ്. വളർന്നു വരുന്ന തലമുറയുടെ സന്തോഷം കെടുത്തിക്കളയുന്ന ഇതുപോലെയുള്ള തെറ്റായ മാർഗങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാം. നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന സുപരിചിതമായ ദിവസങ്ങളാണ് ഡിസംബർ 15 യേശുക്രിസ്തുവിന്റെ പിറവിദിനം എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആഘോഷ രാവുകൾ അവിടിവിടങ്ങളായി പൊലിവിളിക്കുന്ന സമയങ്ങളാണ്. ഞങ്ങൾ ആവർത്തിക്കുന്നു, യേശുക്രിസ്തു പിറന്നത് മദ്യപിച്ച് മതോമത്തനായ ഒരു വീടിന്റെ സമാധാനം കെടുത്താനല്ല. യേശുക്രിസ്തു പിറന്നത് ഒരു ജീവിതം ഇല്ലാതാക്കാനല്ല. യേശുക്രിസ്തു പിറന്നത് വഴിയോരങ്ങളിൽ പട്ടുപോകാനല്ല. യേശുക്രിസ്തു പിറന്നത് ഒരു മനുഷ്യ ജീവിതത്തെ ഇല്ലായ്മ ഇവിടെ കൊണ്ട് അവസാനിക്കപ്പെടാനല്ല. യേശുക്രിസ്തു പിറന്നത് മാനവകുലത്തിന്റെ ഏക രക്ഷകനായിട്ടാണ്. ലോകത്തിൽ പിറന്നത് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ഇന്ന് സംഭവിക്കപ്പെടുന്ന സംഭവങ്ങൾ മനുഷ്യ ജീവിതത്തിനകത്ത് രക്ഷയല്ല സംഭവിക്കുന്നത്, മറിച്ച് മനുഷ്യർ ഈ ജീവിതത്തെ എന്നേക്കുമായി പൊലിഞ്ഞു പോകുന്ന അപകട സംഭവങ്ങളായി ഇന്ന് രേഖപ്പെടുത്തുകയാണ്. മദ്യം കൊണ്ട് എത്രയോ ജീവിതങ്ങൾ പൊലിഞ്ഞു പോയിട്ടിരിക്കുന്നു. മദ്യം കൊണ്ട് എത്രയോ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ സയാന സന്ധിയിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ആ നാമത്തിന്റെ പേരാണ് യേശുക്രിസ്തു എന്ന ഇന്നും ജീവിക്കപ്പെടുന്ന ഏക സത്യ ദൈവത്തിന്റെ നാമം എന്ന് പറയുന്നത്. നാം എല്ലാവരും ആഘോഷിക്കപ്പെടുന്നത് പോലെ ഞങ്ങൾ പ്രസംഗിക്കപ്പെടുന്ന ക്രിസ്തു അവൻ സത്യ ദൈവമാണ്. ഈ ദൈവത്തിൽ വിശ്വസിച്ചാൽ അവൻ തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഒട്ടനവധി പേരുടെ സമാധാനം കെടുത്തുന്ന ഒരു യേശുക്രിസ്തുവിന്റെ ജനനത്തെ ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ ആവർത്തിക്കുന്നു, യേശുക്രിസ്തു പിറന്നത് ആരുടെയും സമാധാനം കെടുത്താനല്ല, പ്രചുര അവൻ സകല മാനകുല ജനങ്ങൾക്കും സമാധാനം വരുത്തുവാൻ ഉലകത്തിൽ അവതരിക്കപ്പെട്ട ഏക പുത്രനായിരുന്നു യേശുക്രിസ്തു എന്ന് നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയ ഒരേ ഒരു ദൈവം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്.
ഇന്ന് തിരസ്കരിക്കാൻ കഴിയാത്ത സത്യമായി ഈ ലോകത്തിന്റെ മണ്ണിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവർത്തിക്കപ്പെടുന്നു, എല്ലാം നിലച്ചു പോയാലും കർത്താവിന്റെ സമാധാനം ഒരിക്കലും നിലച്ചു പോകത്തില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യേശു സമാധാനം കെടുത്തുന്ന ദൈവമല്ല. അതുകൊണ്ടാണ് എല്ലാവരും ബൈബിളിൽ വിശ്വസിക്കുന്നത്. കവി തുടങ്ങി, കൃത്യ തുടങ്ങി, എല്ലാ കലാലയങ്ങളിലും എല്ലാ ചിന്തകന്മാരും എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത്, ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾ സുരക്ഷിതരാണ്, ഞങ്ങളോട് സംസാരിക്കുന്ന ഒരു ശബ്ദമുണ്ട്, ഞങ്ങളോട് ഇടപെടുന്ന ഒരു ശബ്ദമുണ്ട് എന്നെല്ലാവരും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റ അനവധി ഇടങ്ങളിലും ബൈബിൾ എന്ന സംഭവം, സത്യവേദ പുസ്തകം എന്ന പുസ്തകം വളരെ സുബലമാണ്. ഇതുപോലെ ഉലകത്തിൽ അച്ചടിച്ച് ഇറക്കപ്പെട്ട വേറൊരു ഗ്രന്ഥമില്ല. എല്ലാ ഇടങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്ന ഇതുപോലെ വേറൊരു പുസ്തകമില്ല. എല്ലാ വ്യക്തികളും വിശ്വസിക്കപ്പെടുന്ന ഇതുപോലെ വേറൊരു പുസ്തകമില്ല. എല്ലാ മനുഷ്യന്റെ കരങ്ങളിലും കൊണ്ടു നടക്കാൻ കഴിയുന്ന വേറൊരു പുസ്തകമില്ല. എല്ലാ ഭാഷകളിലും അച്ചടിക്കപ്പെട്ട ഇതുപോലെ വേറൊരു പുസ്തകമില്ല. 1760 ഭാഷകളിലും ലോകജനങ്ങൾക്ക് അച്ചടിച്ചു കൊടുക്കപ്പെട്ട വേറൊരു പുസ്തകമെന്ന് ഇന്ന് ഈ ലോകത്തിലില്ല. അത്രമാത്രം ജനഹൃദയങ്ങളെ ആകർഷിച്ച പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. ഈ ബൈബിളിന്റെ സത്യം എന്താണ്? ബൈബിളിന്റെ സത്യം എന്ന് പറയുന്നത്, പലരും കിടക്കുമ്പോൾ തലമേൽ വെച്ച് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്, തലക്കെ വെച്ച് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്, ചില ഭയം പിടിക്കാതിരിക്കാൻ കൊണ്ടു നടക്കാറുണ്ട്. ഇങ്ങനെ തുടങ്ങി നിരവധി അനവധി സംഭവങ്ങളിലൂടെ ഈ ബൈബിൾ എന്ന സത്യം കടന്നു പോകുന്നുണ്ട്. ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? അവർ വിശ്വസിക്കുന്നു, ബൈബിൾ ഞങ്ങളുടെ കരത്തിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമുണ്ടാകും. അർത്ഥം, ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ സമാധാനമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന കുഞ്ഞനുജത്തിമാരെ, സഹോദരന്മാരെ, ചേട്ടന്മാരെ, പിതാക്കന്മാരെ, ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ബൈബിളിനെ സൃഷ്ടിച്ച, ബൈബിളിനെ ബൈബിളാക്കി മാറ്റിയ ഏക സത്യ സന്ദേശമാണ് ഞങ്ങൾ പ്രസംഗിക്കപ്പെടുന്ന യേശു ക്രിസ്തു എന്ന പരമയാഗം. ഇതുപോലെ പരമയാഗമായി മാറിയ ക്രിസ്തു ഉലകത്തിൽ വേറെയില്ല. എന്തുകൊണ്ട് വിശ്വസിപ്പിച്ചാലും അത്രമാത്രം ജനഹൃദയങ്ങളെ ആകർഷിച്ച സത്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവർത്തിക്കുന്നു, ഈ സത്യത്തിന് ജനഹൃദയത്തെ തൊടുവാൻ കഴിയും. ഈ യാഥാർത്ഥ്യത്തിന് ജനഹൃദയത്തെ വല്ലാതെ ആകർഷിക്കുവാൻ കഴിയും. ഇത്തരം ചിന്തകൾ ഇന്ന് ലോകത്തിൽ നടക്കുമ്പോ നരബലി തുടങ്ങി പറഞ്ഞു വിട്ടല്ലോ. നമുക്കറിയാം, മറ്റൊരാളുടെ ഹസ്ബൻഡിനെ സ്വന്തമാക്കാൻ വേണ്ടി തിരുവല്ലയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലായിരുന്ന ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അമ്മയുടെ അടുത്ത് ഒരു സഹോദരി ചെന്നിട്ട് ഒരു സിറിഞ്ചെടുത്ത് എയർപോർഷൻ എന്ന് പറഞ്ഞ് തന്റെ ശരീരത്തിൽ കുത്തിവെക്കാൻ ശ്രമിച്ചത് നമുക്കറിയാം. എവിടെയാണ് സുരക്ഷിതത്വം? പണമില്ലാത്തതിന്റെ കുറവാണ് സുരക്ഷിതത്വമെങ്കിൽ ഓർത്തു നോക്കുക, പണമില്ലാത്തതിന്റെ കുറവാണ് ഇവിടുത്തെ സുരക്ഷിതത്വത്തിന്റെ കുറവെന്ന് നാമൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ ആവർത്തിച്ചു പറയും, പണമില്ലാത്തത് കൊണ്ടല്ല സുരക്ഷിതത്വമില്ലാത്തത്. നമ്മുടെ ജീവിതത്തിനകത്ത് ഭയവും നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവമില്ലാത്തത് കൊണ്ടാണ് സുരക്ഷിതത്വമില്ലാത്തത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, ഇന്നിന്റെ നാട്ടിൽ നടക്കുന്ന നിത്യമായ സംഭവങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് സുരക്ഷിതത്വമില്ലാത്തത്? ഒരിക്കലുമല്ല. പാപം പെരുകുന്നത് കൊണ്ടാണ് മനുഷ്യ ജീവിതത്തിന്റെ സ്വൈര്യത നഷ്ടപ്പെടുന്നത്. എന്താണ് പാപം? പാപം എന്ന് പറയുന്നത്, മദ്യപിക്കുന്നത് പാപമാണെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. കൊലപാതകം പാപമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. മദ്യം പാപമാണ്, കൊലപാതകം പാപമാണ്, കളവ് പറയുന്നതും മോഷ്ടിക്കുന്നതും പാപമാണ്. ഇങ്ങനെ തുടങ്ങിയ നിരവധി പാപങ്ങൾ വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം പാപപ്രവണത ചെയ്യുന്നവരോട് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ബൈബിൾ പറയുന്നു, മുതിർന്നവരെ അമ്മമാരെ പോലെയും ഇളയവരെ സഹോദരിമാരെ പോലെയും കാണുവാൻ പഠിപ്പിച്ച ഒരു സത്യമായ പരമയാഥാർത്ഥ്യമായി മാറിയ ക്രിസ്തു ഇന്നും നമ്മുടെ നടുവിൽ ജീവിക്കപ്പെടുന്ന സത്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവർത്തിക്കുന്നു, ഈ സത്യം ഒരിക്കലും നിലയ്ക്കപ്പെടുന്നില്ല. ഈ സത്യം ഒരിക്കലും അവസാനിക്കപ്പെടുന്നില്ല. എല്ലാം അവസാനിക്കപ്പെട്ടു പോകുമ്പോഴും ഈ സത്യം അവസാനിക്കപ്പെടുന്നില്ല. ഈ സത്യം ഇന്ന് ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവർത്തിക്കുന്നു, യേശു ക്രിസ്തു പോയതുപോലെ തിരിച്ചു വരുവാൻ സമയമായി. യേശുവിൽ വിശ്വസിച്ചാൽ നമ്മുടെ കുടുംബം രക്ഷ പ്രാപിക്കും. യേശുവിൽ വിശ്വസിച്ചാൽ തന്റെ സമാധാനം നമുക്കുണ്ടാകും. യേശുവിൽ വിശ്വസിച്ചാൽ തന്റെ രക്ഷ നമുക്കുണ്ടാകും. നമുക്ക് യേശുവിൽ വിശ്വസിക്കാം, നമുക്ക് യേശുവിന് വേണ്ടി ജീവിക്കാം. എന്തിനാണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഒറ്റവാക്യം ഞാൻ ഇങ്ങനെ പറയും, സമാധാനം നഷ്ടപ്പെട്ട ലാസറിന്, ജീവൻ നഷ്ടപ്പെട്ട ലാസറിന് യേശു ജീവൻ തിരിച്ചു കൊടുത്തു. എല്ലാം നഷ്ടപ്പെട്ട പത്രോസിന് ദൈവം തന്റെ അധ്വാനത്തെങ്കിൽ
ഇരട്ടിയായി പ്രതിഫലം കൊടുത്തു. നഷ്ടപ്പെട്ടു പോയി. രാത്രി മുഴുവൻ അധ്വാനിച്ചു, നാദാ ഒന്നും കിട്ടിയില്ല. എന്നെ ആകുലതയ്ക്ക് ദൈവം എന്നേക്കും മറുപടി കൊടുത്തു. ജീവിതത്തിനകത്തെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കരവലയത്തിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഞങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി. ഞങ്ങളുടെ കൈ ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെട്ടു പോയി. ഇനി ഞങ്ങൾക്ക് ആത്മഹത്യ മാത്രമാണ് മുൻപിൽ പ്രതീക്ഷ. ആവർത്തിക്കുന്ന, ഒരിക്കലും ആത്മഹത്യ ചെയ്യരുതേ. ആത്മഹത്യ ജീവിതത്തിന്റെ പ്രതീക്ഷയിൽ തച്ചുവയ്ക്കുന്നതാണ്. ആത്മഹത്യ നിന്റെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നതാണ്. നിന്റെ കുടുംബത്തിനൊരു വേർപാടാണ്. ഞങ്ങൾ ആവർത്തിക്കുന്നു, അവസാനിക്കപ്പെടരുത്. യേശു എന്ന സത്യം ജീവിക്കുന്ന സത്യമാണ്. നിങ്ങൾക്ക് വേണ്ടി യേശു എന്ന സത്യം വേഗത്തിൽ വരുവാൻ പോകുന്നു. ഈ പോയതുപോലെ യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. തന്റെ സമാധാനം നമുക്ക് തന്നതാകയാൽ ഈ സമാധാനത്തിനകത്ത് ജീവിപ്പാൻ, ഈ സമാധാനത്തിനകത്ത് എന്ന് നിലകൊള്ളുവാൻ മറ്റാർക്കും കഴിയില്ല. നമുക്ക് സമാധാനം തരാൻ യേശുവിനെ മാത്രമേ കഴിയത്തുള്ളൂ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കുക, യേശുവേ എന്റെ ഉള്ളിൽ വാഴണമേ, യേശുവേ എനിക്ക് സമാധാനം തരണമേ, എന്റെ വീട്ടിൽ വരണമേ, എന്റെ വീട്ടിൽ സമാധാനം തരണമേ, എനിക്ക് നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു തരണമേ. നഷ്ടപ്പെട്ടു പോയ സന്തോഷം, നഷ്ടപ്പെട്ടു പോയ കുടുംബജീവിതം, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ, ഒട്ടനവധി മേഖലയിൽ നഷ്ടത്തിന്റെ ഒരു വലിയ ഭാരം ചുമക്കുന്നയാളായിരിക്കും. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു, മരുമകൾ അമ്മായിമ്മയെ കട്ടിൽ നിന്ന് തള്ളിയിടുന്നു. ഇങ്ങനെ തുടങ്ങിയ നിരവധി സംഭവങ്ങൾ നമ്മൾ ആവർത്തിക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ ആവർത്തിക്കുന്നു, സമാധാനം തിരിച്ചു പിടിക്കാൻ, ജീവിതത്തിൽ പ്രതീക്ഷകൾ തിരിച്ചു പിടിക്കാൻ ഏകമാർഗം യേശുവിൽ വിശ്വസിക്കുക. നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന സന്ദേശത്തോടുകൂടി വാക്കുകൾ അടിവര കുറിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിശ്ചയമായി പെരിയ ഗാസൊട്ടിയും സ്നേഹദിനം പ്രയർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇതിനകത്ത് അവൻ ഇവിടെ നിൽക്കുന്ന ദൈവദാസന്മാരെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന തകർച്ചകൾക്ക്, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വേദനകൾക്ക് നിശ്ചയമായി അവർ പ്രാർത്ഥിച്ച് പരിഹാരങ്ങൾ വരുത്തുകയും യേശു നിത്യരക്ഷകനെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് യേശുവിനുള്ള വിടുതൽ പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ കടിവര കുറിക്കുന്നു. ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ിൽ
എന്നെ നീ സ്നേഹിക്കുമോ എന്നു ഞാനേകിടുമോ എന്നെ നീ സ്നേഹിക്കുമോ എന്നു ഞാനേകിടുമോ എന്നെയല്ലാതെയൊന്നും നൽകുവാനില്ലവേ എന്നെയല്ലാതെയൊന്നും നൽകുവാനില്ലവേ ഏതു ഞാൻ എൻ ജീവിതത്തിൽ നാളുകളെല്ലാം എനിക്ക് വേണ്ടി മരിച്ചുയർത്ത രക്ഷകനായി ഏതു ഞാൻ എൻ ജീവിതത്തിൽ നാളുകളെല്ലാം എനിക്ക് വേണ്ടി മരിച്ചുയർത്ത രക്ഷകനായി എനിക്കാശ്വാസമായി എനിക്കാശ്രയവുമായി എനിക്കാശ്വാസമായി എനിക്കാശ്രയവുമായി ആരുമില്ലേശുവേ പോൽ മാറിപ്പോകാത്തവനാം ആരുമില്ലേശുവേ പോൽ മാറിപ്പോകാത്തവനാം മാറും മാറും ലോകത്തിന്റെ ആശ്രയമെല്ലാം മനസ്സിനുള്ളിൽ ഒരു തുകച്ച മോഹങ്ങളെല്ലാം മാറും മാറും ലോകത്തിന്റെ ആശ്രയമെല്ലാം മനസ്സിനുള്ളിൽ ഒരു തുകച്ച മോഹങ്ങളെല്ലാം ഉറ്റവർ മാറിയാലും ഉടയവർ നീങ്ങിയാലും ഉറ്റവർ മാറിയാലും ഉടയവർ നീങ്ങിയാലും യേശുവേ സ്നേഹമോ മാറിയൊരു നാളിലും യേശുവേ സ്നേഹമോ മാറിയൊരു നാളിലും മാറും മാറും അനുജനെല്ലാം മൺമറമേ മധുരവാക്കു പറഞ്ഞവരും മറന്നു പോയിടും മാറും മാറും അനുജനെല്ലാം മൺമറമേയും മധുരവാക്കു പറഞ്ഞവരും മറന്നു പോയിടും മധുരവാക്കു പറഞ്ഞവരും മറന്നു പോയിടും മധുരവാക്കു പറഞ്ഞവരും മറന്നു പോയിടും.
നോക്കൂ ചന്ദമാമി മായയേ അയ്യോ ചന്ദമാമി മായയേ തീരാത്ത സന്തോഷം മാറാത്ത സൗഭാഗ്യം മേലിൽ നമുക്കായുണ്ട് തീരാത്ത സന്തോഷം മാറാത്ത സൗഭാഗ്യം മേലിൽ നമുക്കായുണ്ട് ഒരുവൻ മേലിൽ നമുക്കായുണ്ട് അലതല്ലൽ മാറ്റുക ആയവൻ കൂടെയുണ്ട് മേലിലായവൻ കൂടെയുണ്ട് പോകാം നമുക്കിന്നും കാണാം നമുക്കൊരു ത്യാഗത്തിൽ ധ്യാനഗീതം പോകാം നമുക്കിന്നും കാണാം നമുക്കൊരു ത്യാഗത്തിൽ ധ്യാനഗീതം ഒരു ത്യാഗത്തിൽ ധ്യാനഗീതം ജീവനദിയുടെ തീരത്തു നിന്നിട്ടു ജീവമരത്തണലിൽ നിത്യജീവമരത്തണലിൽ പാടി ഉലാവിടം നാഥനോടൊപ്പുക പുത്തനെരുശലേമിൽ പാടി ഉലാവിടം നാഥനോടൊപ്പുക പുത്തനെരുശലേമിൽ എന്നും പുത്തനെരുശലേമിൽ എല്ലാരും പോകണം മണ്ണാകുമായ വിട്ട് വെറും മണ്ണാകുമായ വിട്ട് നാമൊന്നു ചിന്തിക്കുന്ന ശക്തിയോടെ തീയാണു കാണുന്നത് നാമൊന്നു ചിന്തിക്കുന്ന ശക്തിയോടെ തീയാണു കാണുന്നത് കൊടുത്തിയാണു കാണുന്നത് എല്ലാരും പോകണം മണ്ണാകുമായ വിട്ട് വെറും മണ്ണാകുമായ വിട്ട് നാമൊന്നു ചിന്തിക്കുന്ന ശക്തിയോടെ തീയാണു കാണുന്നത് നാമൊന്നു ചിന്തിക്കുന്ന ശക്തിയോടെ തീയാണു കാണുന്നത് കൊടുത്തിയാണു കാണുന്നത് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാമുണ്ട്. നിത്യനായ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യാ നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആരംഭിക്കപ്പെട്ടതായ സുവിശേഷ പ്രവർത്തനത്തിന് ദേശത്തിന്റെ വിവിധ ഇടങ്ങളിൽ അങ്ങയുടെ ദാസന്മാർക്കായിരിക്കാൻ ദൈവം കൃപ നൽകി. അവിടുത്തെ കൃപ ഈ ശുശ്രൂഷയിൽ കൂടെ ഇരുന്ന് അങ്ങയുടെ ദാസന്മാർ ദാസകരെ നീ ബലപ്പെടുത്തിയല്ലോ. ഈ ദേശത്തോട് അവിടുത്തെ മാറ്റമില്ലാത്ത വചനങ്ങളെ അറിയിപ്പാൻ കർത്താവ് ശക്തീകരിച്ച വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം കേൾക്കപ്പെട്ടതായ എല്ലാ ജീവിതങ്ങൾക്കും ക്രിസ്തുയേശു മുഖാന്തരം അനുഗ്രഹവും വിടുതലുമായി തീരുവേണ്ടതുകൊണ്ട് കർത്താവ് സഹായിക്കണമേ. ഈ സന്ധ്യായാമത്തിൽ ഈ പ്രദേശത്ത് കിടന്നു കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ അറിയിപ്പാൻ ദൈവം സഹായിച്ചുള്ളൂ. കർത്താവെ, ദൈവവചനം കേൾക്കതായ ഈ പ്രദേശത്തെ നിവാസികളെ ഓർക്കുന്നു. എല്ലാ ഭവനങ്ങളെ കർത്താവ് എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ, വ്യക്തികളെ അനുഗ്രഹിക്കണമേ, തലമുറകളെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ നാമത്തിനാൽ പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ ദർശനങ്ങളെ പഠിക്കപ്പെടുമ്പോൾ യൗവന തലമുറകൾ മദ്യത്തിനും മറ്റും വിവിധമായ ലഹരികൾക്ക് അടിമകളാകും. തങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ ഇന്നത്തെ പകൽക്കാലമുള്ളതായ സന്ദേശങ്ങൾ അനേക യൗവന തലമുറകൾക്ക് വിടുതലായി തീരാൻ സഹായിക്കണം. അനേക മാതാപിതാക്കൾക്ക് സമാധാനത്തിനും ആശ്വാസത്തിനും
മുഖാന്തരമാകേണ്ടതിനായ ദിവസം പ്രാർത്ഥിക്കുന്നു. ഈ സന്ധ്യായാമത്തിൽ ഈ പ്രദേശത്ത് കേൾക്കപ്പെട്ടതായ ദൈവവചനവും അനേക ജീവിതങ്ങൾക്ക് രൂപാന്തരമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണം. ശുശ്രൂഷ എല്ലാ ദൈവദാസന്മാരെ ഓർക്കുന്നു, അവരെ ബലപ്പെടുത്തണമേ. ഈ ആത്മീയ കൂട്ടായി ശുശ്രൂഷയെ സഹായിച്ച എല്ലാ പ്രിയർക്കുമായി സ്തോത്രം. നല്ല ഗാനങ്ങൾ എപ്പോഴും നമ്മുടെ ദാസന്മാരെ ബലപ്പെടുത്തിയല്ലോ, അവരെയും അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ദേശത്തെ നിവാസികളെ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ. വരുവാനുള്ള സ്വർഗീയത്തിലേക്കായ പ്രിയപ്പെട്ട വിദേശത്തിനെയും എഴുന്നേൽക്കപ്പെടുവാൻ ഈ പകലിന്റെ ശുശ്രൂഷ ദേശത്തെ മുഖാന്തരമാക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുന്ന സമസ്ത